ഗസക്കാർ ക്ഷമിക്കുകയാണ്. എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മുന്നിൽ ചൊല്ലു പറയലല്ല ക്ഷമ. ഈ കിരാതമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുമ്പോഴും തോൽക്കാൻ ഞങ്ങളില്ല എന്ന് പറയലാണ് ക്ഷമ. ആ ക്ഷമയാണ് ഗസക്കാർക്കുള്ളത്. തോൽക്കാൻ ഞങ്ങളില്ല. ആരൊക്കെ അടിയറവ് പറഞ്ഞാലും 967 യുദ്ധത്തിന് ശേഷം അറബ് രാജ്യങ്ങൾ, ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളും ഇസ്രായേലിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞു. പക്ഷേ അന്ന് അടിയറവ് പറയാതെ ഊർജത്തോടെ എണീറ്റുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ. അദ്ദേഹമാണ് 1987 ഹമാസ് എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. 16 വയസ്സിൽ തന്റെ ശരീരം തളർന്നുപോയ അഹമ്മദ് യാസീൻ ഇന്ന് ഗസയിലെ സ്ത്രീകൾ മത്സരിക്കുകയാണ് അഹമ്മദ് യാസീന്റെ പേര് മക്കൾക്കിടാൻ വേണ്ടി. അദ്ദേഹം 987 അബ്ബാസിയ പള്ളിയുടെ മുന്നിലേക്ക് ജനങ്ങളെ വിളിച്ചുകൂട്ടി. ആയിരക്കണക്കിന് മനുഷ്യന്മാര് ഗസയിലെ മസ്ജിദുൽ അബ്ബാസിയയിൽ തടിച്ചുകൂടി. അവരോട് പറഞ്ഞു, അറബ് രാജ്യങ്ങളിൽ പലതും ഇസ്രായേലിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അടിയറവ് പറയാൻ പാടില്ല, എഴുന്നേറ്റ് നിൽക്കണം. ആ മനുഷ്യനാണ് ഹമാസിന് രൂപം കൊടുത്തത്. 2004 മാർച്ച് 22 ആ മനുഷ്യനെ മസ്ജിദുൽ മുജമ്മഇന്റെ മുന്നിലിട്ട് ഇസ്രായേൽ സേന ബോംബിട്ട് കൊന്നു. മനുഷ്യൻ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇസ്രായേലിന്റെ ജന്മം കണ്ടയാളാണ്. 948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊടുക്കുമ്പോൾ അന്നുള്ളയാളാണ് നിങ്ങൾ. ഇന്ന് ഇസ്രായേലിന്റെ രൂപീകരണത്തിന് ശേഷം 50 വർഷം പിന്നിട്ടിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇസ്രായേലിന്റെ ഭാവിയെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഷെയ്ഖ് അഹമ്മദ് യാസീൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്രായേലിന് നിലനിൽപ്പില്ല. ഇസ്രായേൽ നിലനിൽക്കില്ല. അപ്പൊ ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് നിങ്ങളിത് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, മനുഷ്യനാകട്ടെ, പ്രസ്ഥാനത്തിനാകട്ടെ, രാജ്യങ്ങൾക്കാകട്ടെ പല ഘട്ടങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വരുന്നു, അശക്തനായി ജനിച്ചു വരുന്നു, ദുർബലനായി ജനിച്ചു വരുന്നു, പിന്നെ അവൻ ശക്തനായി തീരുന്നു, യുവാവായി തീരുന്നു. യുവത്വം കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യമല്ലേ? ഇത് മനുഷ്യനും അങ്ങനെയാണ്, രാജ്യങ്ങൾക്കും അങ്ങനെയാണ്, സംഘടനകൾക്കും അങ്ങനെയാണ്. ഇസ്രായേൽ അതിന്റെ രൂപീകരണത്തിന് ശേഷം 50 വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. ഇസ്രായേൽ അതിന്റെ യുവത്വത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേൽ അവസാനിക്കും. ഇനി ഇസ്രായേലിന്റെ വാർദ്ധക്യം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്കൊരു ഡേറ്റ് പറയാൻ കഴിയുമോ? ഇസ്രായേലിന്റെ പതനത്തിനൊരു ഡേറ്റ് പറയാൻ കഴിയുമോ? അന്ന് ഷെയ്ഖ് അഹമ്മദ് യാസീൻ പറഞ്ഞു വെച്ചത് 2027. 2027 ഇസ്രായേൽ രാഷ്ട്രം അവസാനിക്കും. ഇപ്പോൾ ഇസ്രായേൽ ആളിക്കത്തുന്നുണ്ട്. ഇത് കെടാൻ വേണ്ടിയുള്ള കത്തലാണിത്. ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ വാക്കുകൾ അള്ളാഹു വാസ്തവമാക്കുമെങ്കിൽ പടച്ചോൻ വാസ്തവമാക്കുമാറാകട്ടെ.